എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു 38 ഇഞ്ച് ചെസ്റ്റുള്ള ഷർട്ടിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 1.40 വീതി 58 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇതേപോലെ കരഭാഗം രണ്ടും കൂടെ ചേർത്തിടുക. നല്ല വശം ഉള്ളിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ചീത്ത വശത്താണ് ഇത് മാർക്ക് ചെയ്യുക. ഇവിടെ ഫ്രണ്ട് പട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് ഈ കര കഴിഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. കര കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം നമുക്കിവിടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാൻ 1/2 ഇഞ്ച് വിട്ടിട്ട് 27 ഇഞ്ചാണ്. 27 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കാൻ മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് 3/4 ഇഞ്ച് വീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് മടക്കിയടിക്കുന്നത്. ഇനി ഇതിൻ്റെ കൈലൂസാണ് എടുത്തിരിക്കുന്നത്. കൈലൂസ് 17.5 ഇഞ്ചാണ്. അപ്പോൾ 17.5ൻ്റെ പകുതി 8.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ഷേപ്പ് കൊടുക്കുന്നില്ല. ഇനി ഇവിടെ ഷോൾഡർ ഡൗൺ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9.25, 1/2 ഇഞ്ച് തയ്യത്തുമ്പ് 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. കോളർ വന്നിട്ട് 15.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 5-ലൊരു ഭാഗം ഏകദേശം 3.1 3 ഇഞ്ചും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് അതിനൊരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം കഴുത്ത് വരയ്ക്കാം. ഇതേപോലെ കഴുത്ത് വരയ്ക്കുക. ഇവിടേക്ക് ഇതേപോലെ വരയ്ക്കുക. ഇവിടെ നമ്മൾ 9.25 മാർക്ക് ചെയ്തത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ലൂസ് ചെസ്റ്റ് വന്നിട്ട് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ലൊരു ഭാഗം 9.5 ഇഞ്ച് വരും. അതുകൂടെ 2 ഇഞ്ചും കൂടെ ചേർക്കുക. 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് ചെസ്റ്റ് അടിച്ച് വരുമ്പോൾ ഷർട്ടിൻ്റെ പാതി 22 ഇഞ്ച് കിട്ടും. തയ്യത്തുമ്പ് 3/4 ഇഞ്ച് കൂടെ ചേർക്കണം. അപ്പോഴാണ് നമുക്ക് ഈ 22 ഇഞ്ച് കിട്ടുക. അപ്പോൾ അങ്ങനെ ആകെ 12.25 ഇഞ്ച്. അപ്പോൾ 12.25 ഇഞ്ച് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ആം ഹോൾ വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. ഇത് ബാക്ക് നമുക്ക് ആവശ്യമുള്ള വീതിക്ക് മടക്കിയെടുക്കുക. ആവശ്യമുള്ള വീതി എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ആകെ വെച്ചത് 12.25 ഇഞ്ചാണ്. അതിന് 1 ഇഞ്ച് കുറച്ച് വെച്ചാൽ മതി. 11.25 ഇഞ്ച് വെച്ചാൽ മതി. ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഇതിനൊപ്പം വയ്ക്കുക. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വരണം. ഇനി ഈ ഷോൾഡർ ലൈനിൻ്റെ ഒപ്പം ഇത് അടിയിലേക്ക് മാർക്ക് ചെയ്യുക. ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചത് 9.25 ഇഞ്ച് 9.25 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യത്തുമ്പും, അതായത് ഷോൾഡർ 18 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് 1/4 ഇഞ്ച് കുറച്ചിട്ട് 9.5 ഇഞ്ച് വെച്ചാൽ മതി.
അതിനുശേഷം ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. നമുക്ക് കൈ ലൂസ് വേണ്ടത് 17 ഇഞ്ചാണ്. അപ്പോൾ 8.25 അരഞ്ച് തയ്യെത്തുമ്പോൾ വേണം. 9.25 ഇഞ്ച് വെച്ചിട്ട് മടക്കുക. അതിനുശേഷം ഇങ്ങോട്ട് 4.25 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇത് വന്നിട്ട് ചെസ്റ്റിൻ്റെ 8-1 ഭാഗം -1/2 ഇഞ്ച് ഇതേ അളവിൽ വെച്ചാൽ മതി. ഇവിടെ 9.25 ഇഞ്ച്, 22 ഇഞ്ചാണ് ഇതിൻ്റെ കൈയിറക്കം വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 1.5 ഇഞ്ച് വയ്ക്കുക. നമുക്ക് 1.5 ഇഞ്ചാണ് ഇതിൻ്റെ കഫ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട ഇറക്കം 22.5, ഒരു 3/4 ഇഞ്ച് കൈ മടക്കിയടിക്കാൻ വേണം. സ്ലീവ് ഫോൾഡിങ് ചെയ്യാണ്, നമ്മൾ ഓവർലോക്ക് ചെയ്യാല്ല. അപ്പോൾ അതുകൊണ്ടൊരു 1/4 ഇഞ്ച് അധികം വയ്ക്കുക. അങ്ങനെ 3/4 ഇഞ്ച് അധികം വയ്ക്കുക. ഇവിടെ നമുക്കൊരു 5.25 ഇഞ്ച് വെച്ചാൽ മതി. 9.5 ഇഞ്ച് കഫ് വീതി. മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് ഇതേപോലെ കയറ്റി വരയ്ക്കുക. ഇനി ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടേക്ക് കുഴിച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് കുഴിച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ആദ്യം ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ബാക്കിലേക്ക് മാർക്ക് ചെയ്യുക. ഇതുവരേക്കും കുഴിച്ച് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരച്ചാൽ മതി. ലൂസ് കൂടുതൽ വേണ്ടെങ്കിൽ നമുക്ക് ബെൻഡ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാവുന്നതാണ്. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് 2 പീസ് എടുക്കുക, ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ 2 പീസിൽ ഇത് കുഴിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം നേരെ ഇത് തിരിച്ച് വയ്ക്കുക. കൈയിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ഓപ്പൺ വരിക. അപ്പോൾ ഈ ഭാഗത്തേക്ക് തിരിച്ച് വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ മടക്കുക. ഇവിടെ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വേണം. ഇതേപോലെ നഖം കൊണ്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുവരെ കട്ട് ചെയ്യാം. ഒരല്പം ചെരിച്ച് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഷോൾഡർ കട്ട് ചെയ്യാം. ഒരു 10 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. ഇതേപോലെ മുകളിലൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. 6 ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ ഹൈറ്റ് വയ്ക്കാം. നെക്ക് ഒരു 2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് 3 ഇഞ്ച് ഒരു പോയിൻറ്റും ഇവിടെയും 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. 9.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ കഴുത്ത് വരയ്ക്കാം. കഴുത്ത് ഇതേപോലെ ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ മതി. നമുക്ക് കോളർ വേണ്ടത് സ്റ്റാൻഡിങ് കോളറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ ഷേപ്പ് കൊടുക്കുക. റെഡിമെയ്ഡ് കോട്ടൺ ഷർട്ടിലൊക്കെ പോലെ പതിഞ്ഞ് കിടക്കുന്ന കോളറാണെങ്കിൽ ഒന്ന് കുഴിച്ചെടുത്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു ഷോൾഡറും കൂടെ എടുക്കാം. 2 ഷോൾഡർ വേണം. ഇവിടെ അധികമുള്ളത് നമുക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ബാക്കിയുള്ള തുണി വന്നിട്ട് കോളർ, കഫ്, പോക്കറ്റ് എല്ലാത്തിനും എടുക്കാം. ഇതിൻ്റെ കോളറും കഫും കൂടെ കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇതിൻ്റെ കഫ് 1.5 ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക.
അതിനുശേഷം ഇത് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ നീളം വരുന്നത് 1/2 മീറ്ററാണ്. അപ്പോൾ ഇതേപോലെ കീറിയെടുത്തു കഴിഞ്ഞാൽ ഒരു ഷർട്ടിനുള്ള കഫ്, അതായത് 2 കഫിനുള്ള ക്യാൻവാസ് കിട്ടും. ഇനി ഇത് ഒന്നുകൂടെ മടക്കുക. അതിനുശേഷം 4.25 ഇഞ്ച് വെച്ചാൽ മതി. അപ്പോൾ 9.5 ഇഞ്ച് ആകെ നീളം കിട്ടും. ഇനി ഈ കോർണറൊന്നും ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്കുള്ള കോളർ കട്ട് ചെയ്യാം. കോളർ വന്നിട്ട് ചൈനീസ് കോളറാണ്. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടുക. അതിനുശേഷം അതിൻ്റെ കോളർ വേണ്ടത് 15.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7.25 ഇഞ്ച് വയ്ക്കുക. 1 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. ഇത് ബൈൻഡിൻ്റെ നീളം കൂടെ കണക്കാക്കിയിട്ടാണ് ഈ 1 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുന്നത്. അതിനുശേഷം ഇതേപോലെ മുകളിലേക്ക് വരയ്ക്കുക. എന്നിട്ട് കോളറിൻ്റെ വീതി എത്രയാണോ വയ്ക്കുന്നത് അത് മാർക്ക് ചെയ്യുക. ഇതിൽ 1 ഇഞ്ച് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും 1 ഇഞ്ച് ഒരു പോയിൻ്റും കൂടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെയും 1 ഇഞ്ച് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇവിടെയും മാർക്ക് ചെയ്തിട്ട് ഇതുവരെ വരയ്ക്കുക. ഈ ലൈൻ ഇതുവരെ കുറച്ചൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ കോളറിൻ്റെ പാതിയിൽ നിന്ന് ഇതേപോലെ വരയ്ക്കുക. ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ഈ രീതിയിലാണ് ഇതിൻ്റെ കോളർ വരിക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ കോളർ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.